ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ കുട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ആദ്യം ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് വേണമായിരുന്നു അരിപ്പൊടി ഇടാനേ, അല്ല പുട്ടിൻ്റെ പൊടി ഇടാനേ. പക്ഷെ ഞാൻ ആദ്യം തേങ്ങ ഇടാൻ മറന്നു. അതുകൊണ്ട് സെൻറ്ററിൽ ഇച്ചിരി തേങ്ങ ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇച്ചിരി തേങ്ങ ഇടാം. അപ്പോൾ ഇന്ന് എനിക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പപ്പടവും വേണ്ടുന്നവർക്ക് അത് കഴിക്കാം. പിന്നെ പുട്ടും ബീഫ് കറിയും വേണ്ടുന്നവർക്ക് അത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും ഉള്ളു കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞുമണികൾക്കൊക്കെ എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ ഈസി കേട്ടോ. ഇതിനകത്ത് ഒരു പാത്രം പുട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മതി. അതുകൊണ്ട് രാവിലെ എല്ലാവരും കഴിച്ചിട്ട് പോയി. എനിക്കുള്ള ഒരു കുറ്റി അവിടെ നിന്ന് വേവുന്നു. ഇനി ഇത് ഇച്ചിരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം അതങ്ങ് വാരി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ അതിരുന്ന് വേവും. അപ്പോൾ അതൊന്ന് ആവി വരട്ടെ. അപ്പോൾ പുട്ട് നന്നായിട്ട് ആവി വന്ന് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് വേറെ പാത്രത്തിലിട്ട് അങ്ങോട്ട് മാറ്റിയാലോ? നമുക്ക് എല്ലാം പരിപാടി ഇതാ. എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ കുക്കറിൽ വെച്ച് പുട്ടുണ്ടാക്കാറുണ്ടോ? ഇതിനകത്ത് പിന്നെ വേറെ പരിപാടി കൂടെ നടക്കും. നമ്മൾ ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് മുട്ട പുഴുങ്ങണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുക്കറിലോട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. കുക്കറിനകത്ത് കിടന്ന് മുട്ട വേവുകയും ചെയ്യും, നമുക്ക് പുട്ട് റെഡിയാവുകയും ചെയ്യും. അതൊരു എളുപ്പ വഴി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉള്ളപ്പം ഇതൊക്കെ പ്ലാൻ ചെയ്തോണം. അപ്പോൾ നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് നമ്മളുടെ ചൂടോടെ പുട്ട് പാത്രത്തിലോട്ട് വെക്കുക. എൻ്റെ കൂട്ടുകാർക്ക് പുട്ട് എന്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം, എന്ത് കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നത്? ഓരോരുത്തർക്കും ഓരോന്നല്ലേ ഇഷ്ടം. ഞാൻ താഴെ തേങ്ങ വെക്കാഞ്ഞതുകൊണ്ട് തേങ്ങ വച്ചെടുത്തുനിന്ന് പാതി മുറിഞ്ഞു പോയി മക്കളെ. അപ്പോൾ നമുക്കിത് ഒരു തവി കൊണ്ട് ഇതിനെ ഇങ്ങനെ എടുത്താലോ? ഒരു സ്പൂൺ കൊണ്ട്, തവിയല്ല കേട്ടോ, സ്പൂൺ ഇതല്ലേ. എന്നിട്ട് ഇതിൻ്റെ കൂടെ പപ്പടം, പഴം, ഇതിൻ്റെ കൂടെ ഒരു പൊട്ടം കൂടെ ആയാലോ? അപ്പം കണ്ടില്ലേ, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അത് നമുക്ക് ഈ പഴം ഒന്ന് പൊളിച്ചെടുക്കണം. പഴം ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കാനുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി കൂടെ ഒന്ന് പഴുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുട്ട് കഴിക്കാൻ എപ്പോഴും എങ്ങനെയാണെന്നറിയാം, ഈ പപ്പടം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഈ പഴവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂട് പുട്ട് കഴിച്ചാലുണ്ടല്ലോ മക്കളെ, വേറെ ലെവലാണ് ടേസ്റ്റ്. കണ്ടില്ലേ? അപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ എന്താ ടിഫിൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് സൂപ്പറാണ് മക്കളെ, സൂപ്പർ. എൻ്റെ കൂട്ടുകാർ ഞാൻ കഴിക്കാറുണ്ടോ? ബീഫ് കറി ഉണ്ട്. എന്തോ ഇന്ന് രാവിലെ പുട്ടിൻ്റെ കൂടെ എനിക്ക് ഒരു മൂഡ് തോന്നുന്നില്ല. അതുകൊണ്ട് പപ്പടം ഉണ്ടായിരുന്നു. അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം തീർന്നു. അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയാണ്. ആക്ച്വലി എൻ്റെ അടുത്ത് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ അമ്മ കൊണ്ടുവന്ന അരിപ്പൊടി എങ്ങനെ ഉണ്ടെന്നൊന്ന് വെച്ച് നോക്കാമെന്ന് ചേച്ചി പുട്ടുണ്ടാക്കിയത്. അത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഞാൻ പോയി ഇരുന്നൊന്ന് സമാധാനത്തിൽ കഴിക്കട്ടെ. ദിവസം ഓരോ മുട്ട കഴിക്കുന്ന ഏറ്റവും നല്ല കേട്ടോ. എല്ലാവരും കഴിക്കണം, കുട്ടികളൊന്നുമില്ല, വലിയവരൊന്നുമില്ല, എല്ലാവരും ഒരു ദിവസം ഒരു മുട്ട, ഒരു പഴവും ദിവസം ഓരോന്ന് കഴിക്കുന്ന ഏറ്റവും നല്ലതാട്ടോ. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിതുപോലെ ഇരുന്നൊന്ന് സമാധാനത്തിൽ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.